നമസ്കാരം. മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീഷണിയിൽ വിറച്ച ലോകം. ആണവായുധം പ്രയോഗിക്കാൻ ഒരുങ്ങിയ പുടിൻ. എന്നാൽ അവസാന നിമിഷം ചരിത്രം മാറ്റിയെഴുതിയ ഒരാൾ. ലോകം ആണവായുധത്തിന്റെ വക്കിലെത്തിയിരുന്ന ആ നിർണായക നിമിഷത്തിൽ വ്ളാദിമിർ പുടിന്റെ തീരുമാനത്തെ മാറ്റിമറിച്ചത് ആരായിരുന്നു? ലോകത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി പോളണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. യുക്രൈനെതിരെ റഷ്യ ആണവായുധം പ്രയോഗിക്കുന്നതിൽ നിന്ന് പുടിനെ പിന്തിരിപ്പിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നാണ് പോളണ്ട് വിദേശകാര്യ സഹമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലോക നേതാക്കൾക്കിടയിൽ മോദിയുടെ നയതന്ത്ര സ്വാധീനം എത്രത്തോളം ശക്തമാണെന്ന് തെളിയിക്കുന്ന ഈ വെളിപ്പെടുത്തലിന്റെ പിന്നിലെ കഥ എന്താണ്? പോളണ്ടിൽ നിന്ന് പുറത്തുവന്ന ഈ വെളിപ്പെടുത്തൽ ഇന്ത്യയുടെ നയതന്ത്ര ശക്തിയെക്കുറിച്ച് ലോകത്തെ വീണ്ടും ചർച്ച ചെയ്യാൻ നിർബന്ധിതരാക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ലോകത്തെ ഞെട്ടിച്ച ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യുദ്ധത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ യുക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ആലോചിച്ചിരുന്നുവെന്നും ആ നീക്കത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നുമാണ് പോളണ്ടിന്റെ വിദേശകാര്യ സഹമന്ത്രി വ്ളാഡിസ്ലാവ് തിയോഫിൽ ബാർട്ടോസെവസ്കി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂദില്ലിയിൽ നടന്ന ഇന്ത്യ പോളണ്ട് സംയുക്ത സാമ്പത്തിക കമ്മീഷൻ യോഗത്തിന് ശേഷമാണ് ഈ നിർണായക വെളിപ്പെടുത്തൽ പുറത്തുവന്നത്. ലോക നേതാക്കളിൽ പുടിൻ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ഗൗരവത്തോടെ കേൾക്കുകയും ചെയ്യുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് നരേന്ദ്രമോദിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ശക്തമായ നയതന്ത്ര ബന്ധമാണ് അതിന് അടിസ്ഥാനം. 2022 അവസാന മാസങ്ങളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങിയപ്പോൾ ആണവായുധ പ്രയോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ലോകത്തെ പിടിച്ചുകുലുക്കിയിരുന്നു. എന്നാൽ ആ സമയത്ത് ഇന്ത്യ നിശബ്ദ കാഴ്ചക്കാരനായി മാറിയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടുവെന്നും പുടിനോട് തന്റെ നിലപാട് വ്യക്തമായി അറിയിച്ചുവെന്നുമാണ് പോളണ്ട് മന്ത്രി വ്യക്തമാക്കുന്നത്. 2022 സെപ്റ്റംബറിൽ ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടെ പുടിന്റെ മുഖത്തു നോക്കി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ ഇന്നും ലോകം ഓർക്കുന്നു. ഇത് യുദ്ധത്തിന്റെ യുഗമല്ല. ആ വാക്കുകൾ വെറും നയതന്ത്ര പരാമർശം മാത്രമായിരുന്നില്ലെന്നും യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച സന്ദേശമായിരുന്നുവെന്നുമാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത്. പുടിന്മേൽ ഇത്രയും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും അപൂർവ നേതാക്കളിൽ ഒരാളാണ് മോദിയെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ ഇടപെടൽ ഇനിയും അനിവാര്യമാണെന്നുമാണ് പോളണ്ട് ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യ സ്വന്തം വിദേശ നയത്തിൽ ഉറച്ചുനിന്നു. ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്ന നയം ഇന്ത്യ തുടർന്നു. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിരന്തരം ചർച്ചകൾ നടത്തി. പോളണ്ടിന്റെ വിദേശകാര്യ സഹമന്ത്രി വ്ളാഡിസ്ലാവ് തിയോഫിൽ ബാർട്ടോസെവസ്കി പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുവരാം. Giving the importance of India, giving the role the Honourable Prime Minister Modi plays in world politics, I think he's already tried to persuade President Putin to show restraint some years ago. I mentioned that on Indian television that he was one of the two people who called President Putin to not to attempt to use tactical nuclear weapons on the territory of Ukraine in 2022. And I think he has definitely a role to play, trying to make President Putin come to his senses, because Russia is not going to win the war in Ukraine. യുദ്ധത്തെയും ഭീകരവാദത്തെയും എതിർക്കുമ്പോഴും സമാധാനത്തിനും സംഭാഷണത്തിനുമാണ് ഭാരതം എപ്പോഴും മുൻഗണന നൽകിയത്. ഇറാൻ അമേരിക്ക സംഘർഷ വിഷയത്തിലും ഇന്ത്യ സ്വീകരിച്ച സമതുലിതമായ നയതന്ത്ര സമീപനത്തെ പോളണ്ട് പ്രശംസിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഈ ആഗോള സ്വാധീനവും ഉത്തരവാദിത്തപരമായ ഇടപെടലുകളും കണക്കിലെടുത്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന ആവശ്യത്തെ പോളണ്ട് വീണ്ടും ശക്തമായി പിന്തുണച്ചിരിക്കുകയാണ്. എന്തായാലും യുദ്ധത്തിന്റെ തീച്ചൂളയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ ഭാരതവും നരേന്ദ്രമോദിയും നിർണായക പങ്കുവഹിച്ചുവെന്ന പോളണ്ടിന്റെ ഈ വെളിപ്പെടുത്തൽ അന്താരാഷ്ട്ര നയതന്ത്ര വേദികളിൽ ഭാരതത്തിന്റെ ശക്തിയും സ്വാധീനവും വീണ്ടും അടിവരയിടുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ റഷ്യ ആണവായുധം പ്രയോഗിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ ഭാരതത്തിന്റെ ഇടപെടൽ കാരണമായെന്ന പോളണ്ടിന്റെ വെളിപ്പെടുത്തൽ ഇന്ത്യൻ നയതന്ത്രത്തിന്റെ വലിയൊരു വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയ യുദ്ധ സാഹചര്യത്തിൽ ഒരു മഹാശക്തിയുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ നമ്മുടെ ഭാരതത്തിന് സാധിച്ചുവെന്ന അവകാശവാദം രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പ്രാധാന്യവും നയതന്ത്ര ശക്തിയും എടുത്തു കാണിക്കുന്നു. ശീതയുദ്ധ കാലം മുതൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ശക്തമായ ബന്ധവും അതേസമയം അമേരിക്കയുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും നിലനിർത്തുന്ന സൗഹൃദ സമീപനവുമാണ് ഇന്ത്യയെ ആഗോളതലത്തിൽ വ്യത്യസ്തമാക്കുന്നത്.
പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും ഭാരതം സ്വന്തം ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സ്വതന്ത്ര വിദേശ നയം തുടർന്നു. ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം ഒതുങ്ങിയില്ല. യുദ്ധത്തിനിടയിലും സമാധാനത്തിനും സംഭാഷണത്തിനും പ്രാധാന്യം നൽകുന്ന നമ്മുടെ ഭാരതത്തിന്റെ നിലപാടിന്റെ പ്രതിഫലനമായിരുന്നു അത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും ഒരുപോലെ ആശയവിനിമയം തുടരാൻ ഇന്ത്യക്ക് കഴിഞ്ഞതും രാജ്യത്തിന്റെ നയതന്ത്ര മികവിന് ഉദാഹരണമാണ്. ഭാരതത്തിന്റെ ഈ സമതുലിതമായ സമീപനവും ആഗോള വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന ഉത്തരവാദിത്തപരമായ നിലപാടും രാജ്യത്തെ ലോക രാഷ്ട്രീയത്തിലെ പ്രധാന ശക്തികളിലൊന്നായി ഉയർത്തിക്കാട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി ഉയരുന്ന സാഹചര്യവും ഇപ്പോൾ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലോകത്തെ ആണവായുധത്തിന്റെ വക്കിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഭാരതം നിർണായക പങ്കുവഹിച്ചെന്ന പോളണ്ടിന്റെ വെളിപ്പെടുത്തൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ നയതന്ത്ര ശക്തിയും ആഗോള സ്വാധീനവും വീണ്ടും അടിവരയിടുന്ന ഈ മഹാസംഭവത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഇന്ത്യൻ നയതന്ത്രത്തിന്റെ ഏറ്റവും വലിയ വിജയങ്ങൾ ഒന്നാണോ ഇത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.